മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന സംവിധായകനാണ് ജോഷി. ജയൻ മുതൽ ജോജു വരെയുള്ള മലയാള സിനിമയിലെ നായകന്മാരെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള അദ്ദേഹം മലയാളത്തിലെ കൊമേഴ്സ്യൽ സിനിമകളുടെ തലതൊട്ടപ്പനാണ്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ജോഷി മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഒരു സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടാൽ അങ്ങോട്ട് ഫോൺ വിളിക്കുന്ന ഒരു നടൻ പ്രേം നസീർ മാത്രമാണെന്നും ഒരു കൈ കൊടുത്താൽ മറ്റേ കൈ അറിയാത്ത സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും ജോഷി പറയുന്നു. കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് അമിതാഭ് ബച്ചനെ പോലെ ഒരു നടനായി അദ്ദേഹം മാറിയേനെ എന്നും അദ്ദേഹത്തെ പോലൊരു വ്യക്തിത്വത്തെ താൻ പിന്നീട് ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും ജോഷി കൂട്ടിച്ചേർത്തു. സാമ്പത്തികമായി പരാജയം വന്ന ഒരു നിർമ്മാതാവിനെ അങ്ങോട്ട് ഫോൺ വിളിക്കുന്ന നടൻ നസീർ മാത്രമാണ് എന്നതാണ് എന്റെ അനുഭവം. മാനസികമായി തകർന്നിരിക്കുന്ന നിർമ്മാതാവിനെ കൊണ്ട് അദ്ദേഹം അടുത്ത പടം ചെയ്യിച്ചിരിക്കും. എടുത്തു പറയേണ്ട മറ്റൊരു സ്വഭാവം ഒരു കൈ കൊടുക്കുന്നത് മറു കൈ അറിയില്ല എന്നതാണ്. മദ്രാസിലെ വീട്ടിൽ കേരളത്തിൽ നിന്നും എത്ര പേരാണ് നസീറിനെ കാണാൻ എത്തിയിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുവാനും വേണ്ടി സഹായങ്ങൾ യഥാസമയം ചെയ്തു കൊടുക്കുവാനും അദ്ദേഹത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. നസീറിന്റെ മിക്ക ചിത്രങ്ങളിലും ഒരു പ്രമുഖ നടന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്ന് ചുക്കില്ലാതെ കഷായമില്ല എന്ന് പറയുന്നത് പോലെ അദ്ദേഹം എല്ലാ നസീർ ചിത്രങ്ങളിലും അഭാജ്യ ഘടകമായി മാറി. പ്രേക്ഷകർ അത് അംഗീകരിക്കുകയും ചെയ്തു. ഷൂട്ടിംഗ് സമയത്ത് അവർ രണ്ടുപേരും രണ്ട് തരക്കാരാണ്. അദ്ദേഹവുമായി സഹകരിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സഹികെട്ട് ഒരിക്കൽ ഞാൻ നസീറിനോട് ചോദിച്ചു, എന്തിനാണ് സാറേ ഇത്രയും തലവേദന പിടിച്ച ഒരാളെ കൊണ്ട് നടക്കുന്നത് എന്ന്. നസീർ പറഞ്ഞ മറുപടി ഇതായിരുന്നു, മിസ്റ്റർ ജോഷി, നമ്മൾ ഒരു സദ്യ ഉണ്ടു കഴിയുമ്പോൾ സദ്യ ഗംഭീരമായി എന്നേ പറയുകയുള്ളൂ. അതിലെ ഓരോ കറികളുടെയും പേരും എടുത്തു പറയില്ല. അതെല്ലാം കൂടി ചേരുമ്പോഴല്ലേ സദ്യയാവൂ. ഇവിടെ സദ്യ എന്ന് പറയുന്നത് നസീർ ചിത്രമാണ്. സദ്യ നന്നായി എന്ന് പറയുമ്പോൾ നസീർ ചിത്രം നന്നായി എന്ന് പറയുന്നതിന് തുല്യമാണ്. കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് അമിതാഭ് ബച്ചനൊക്കെ ചെയ്യുന്നത് പോലെയുള്ള മികച്ച കഥാപാത്രങ്ങൾ നസീറിനെ തേടിയെത്തുമായിരുന്നു. ആരോടും പരിഭവമില്ലാതെ സ്നേഹം മാത്രം പകർന്ന ഇതുപോലൊരു വ്യക്തിത്വത്തെ ഞാൻ പിന്നീട് ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല. ശരിക്കും ഒരു റോൾ മോഡൽ, ജോഷി പറഞ്ഞു.